ഈ സീരീസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ എടുക്കുമ്പോൾ അത് മികവുറ്റതാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചത്. അതുപോലെ തന്നെ വീഡിയോകൾക്ക് പറ്റിയ 2 കിടിലൻ മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചുമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ 2 കിടിലൻ ആപ്ലിക്കേഷനുകളെ കുറിച്ചാണ്. കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന 90% കാര്യങ്ങളും ഈ ആപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാൻ സാധിക്കും. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കൈൻമാസ്റ്ററും അതേപോലെ ഫിൽമോറ ഗോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ 2 ആപ്ലിക്കേഷനുകളിൽ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിലെ ബേസിക് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ട് പഠിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെൽ ഐക്കണും ഒന്ന് എനേബിൾ ചെയ്തേക്കുക. കൈൻമാസ്റ്റർ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നും നേരിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ വാട്ടർമാർക്ക് ഇല്ലാതെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ആ പ്ലസ് ചിഹ്നത്തിൽ അമർത്തി 16:9 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വീഡിയോയുടെ ഫസ്റ്റ് ലെയർ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്കാണ് നേരിട്ട് വരിക. അപ്പോൾ ഗ്യാലറിയിൽ നിന്നും ഒരു വീഡിയോ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത്തരത്തിൽ വല്ലാതെ മതഭ്രാന്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ICUവിൻ്റെ മുന്നിൽ പോയിരുന്നാൽ മതി. അവിടെ കാണാം നമുക്ക് കണ്ണീരൊഴുക്കി ICUവിൻ്റെ മുന്നിൽ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ എടുത്ത ഡ്രസ്സ് പോലും നോക്കാതെ ഉറങ്ങാതെ ഉണ്ണാതെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പേര് രക്തം കൊടുക്കുന്നുണ്ട്. രക്തം കൊടുക്കുന്ന യൂണിറ്റിൽ ചെന്നാൽ മതി. അവിടെ ഒരിക്കലും ഹിന്ദുവിൻ്റെ പേരോ മുസൽമാൻ്റെ പേരോ എഴുതിയിട്ടല്ല നമ്മളവിടെ രക്തം കൊടുക്കുന്നത്, രക്തം സ്വീകരിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് പെട്ടെന്ന് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് ആരുടെ രക്തമാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നതെന്ന് പോലും അറിയില്ല. ഇനി ഈ വീഡിയോ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി ഈ വീഡിയോക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്കൊരു ഓഡിയോ കൊടുത്തു നോക്കാം. നമ്മുടെ ഫയൽ മാനേജറിൽ ഓഡിയോക്കായിട്ട് ഒരു ഫയൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓഡിയോ സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. എത്രയാണോ വീഡിയോക്ക് ലെങ്ത് വേണ്ടത് അത് ഇതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ലെങ്ത് കൂട്ടാൻ സാധിക്കും. ഇനി ഇതിലേക്കൊരു വീഡിയോ ആഡ് ചെയ്യാൻ ലെയർ എന്ന ഓപ്ഷനിൽ പോയി മീഡിയ സെലക്ട് ചെയ്യുക. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷനാണ്. ഇവിടെ ഇനിയും ഒരുപാട് എഡിറ്റിംഗ് ടൂളുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സ്വയം ഇനി പഠിക്കുക. നമ്മളിനി ഫിൽമോറ ഗോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതൊരു കിടിലൻ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പ്ലസ് ചിഹ്നം അമർത്തിക്കൊണ്ട് നമുക്ക് എഡിറ്റിംഗ് ആരംഭിക്കാം. ഇത് പ്രസ് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഗ്യാലറിയിലേക്കാണ് പോവുക. അതിൽ നിന്നും നമുക്ക് വേണ്ട വീഡിയോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. എൻ്റെ ഗ്യാലറിയിൽ നിന്നും ഞാനൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ എഡിറ്റിങ്ങിൽ തുടക്കക്കാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. താഴെ സൈഡിൽ കാണുന്ന പ്ലസ് ചിഹ്നം ആഡ് എന്ന ചിഹ്നം അമർത്തിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോയെ സെലക്ട് ചെയ്യാം. ഇനി മുകളിൽ സൈഡിൽ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ അമർത്തി കൊടുത്താൽ ഈ വീഡിയോ എഡിറ്റിങ്ങിന് റെഡിയായി. ഇവിടെ എഡിറ്റിംഗ് ടൂൾസ് ഒരുപാടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ടൂൾ എടുത്തുകൊണ്ട് നമുക്ക് എഡിറ്റിംഗ് ആരംഭിക്കാം. ട്രിം, ക്രോപ്പ്, അതേപോലെ വോയിസ് ഓവർ നൽകാൻ സാധിക്കും, ഓഡിയോ മിക്സ് ചെയ്യാൻ സാധിക്കും, ഫിൽറ്റർ ഉണ്ട്.
എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ സാധിക്കും, ടൈറ്റിലുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്ലിപ്പിനെ ഞാനൊന്ന് ട്രിം ചെയ്യുകയാണ്. അത് മികവുറ്റതാക്കാൻ ഇനി നമ്മുടെ ഈ വീഡിയോയെ ഞാനൊന്ന് ക്രോപ്പ് ചെയ്യുകയാണ്. ഇത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ ഇതിൽ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ നല്ല രീതിയിൽ ഈ 2 ആപ്ലിക്കേഷനുകളിലും നമുക്ക് എഡിറ്റിംഗ് സാധ്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ ഫിൽമോറ ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ.